ഇറാനെതിരായ US ഇസ്രായേൽ ആക്രമണം ഒരാഴ്ച തികയുമ്പോൾ യുദ്ധത്തിന്റെ അനന്തരഫലങ്ങൾ സംസ്ഥാനത്തും പ്രതിഫലിക്കുകയാണ്. LPG ലഭ്യത മുതൽ പഴം പച്ചക്കറി കയറ്റുമതി വരെ വൻ പ്രതിസന്ധിയിലാണ്. ഇറാനെതിരായ US ഇസ്രായേൽ ആക്രമണം ഒരാഴ്ച തികയുമ്പോൾ യുദ്ധത്തിന്റെ അനന്തരഫലങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളെയും ബാധിച്ചു തുടങ്ങിയിരിക്കുകയാണ്. LNG ലഭ്യത മുതൽ കടത്തുകൂലി വർധന വരെ അവതാളത്തിലാവുന്നു. പഴം, പച്ചക്കറി, സമുദ്രോൽപ്പന്ന കയറ്റുമതി രംഗത്തുള്ളവരും വൻ പ്രതിസന്ധിയിലാണ്. ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ യുദ്ധഭീതി കൂടുതൽ ഗുരുതരമായി ബാധിക്കുന്നതും കേരളത്തിലെ കയറ്റുമതി മേഖലയായിരിക്കും. യുദ്ധം ആരംഭിച്ചതോടെ കേരളത്തിൽ നിന്ന് അരിയുടെയും പലവ്യഞ്ജനങ്ങളുടെയും കയറ്റുമതി ഏറെക്കുറെ നിലച്ചു. അരിയും പലവ്യഞ്ജനങ്ങളും അടങ്ങിയ നിരവധി കണ്ടെയ്നറുകൾ വിമാനത്താവളങ്ങളിലും തുറമുഖത്തും കെട്ടിക്കിടക്കുന്നതിനാൽ കമ്പനികൾക്ക് വാടകയിനത്തിൽ ദിവസവും ലക്ഷങ്ങൾ ചിലവിടേണ്ട സ്ഥിതിയാണ്. ഗൾഫ് അടക്കം 25ഓളം രാജ്യങ്ങളിലേക്ക് കേരളത്തിൽ നിന്നുള്ള അരി കയറ്റുമതി താളം തെറ്റിയതായി കമ്പനി ഉടമകൾ പറയുന്നു. ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചതടക്കം യുദ്ധകാല നടപടികൾ സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളും കൊച്ചി തുറമുഖവും വഴിയുള്ള പഴം, പച്ചക്കറി, പലവ്യഞ്ജനങ്ങൾ, അരി എന്നിവയുടെ കയറ്റുമതിക്ക് കനത്ത തിരിച്ചടിയായി. ഹോർമുസ് കടലിടുക്ക് അടച്ചതും ജീവനക്കാരുടെ സുരക്ഷയും കണക്കിലെടുത്ത് കേരളത്തിൽ നിന്നടക്കം പശ്ചിമേഷ്യയിലേക്കുള്ള കാർഗോ ബുക്കിംഗ് MSC മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി പൂർണ്ണമായും നിർത്തിവെച്ചു. ഗൾഫ് രാജ്യങ്ങളിലേക്ക് വിമാനമാർഗമുള്ള പച്ചക്കറി കയറ്റുമതി 4/1 കുറഞ്ഞെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. യുദ്ധം തുടർന്നാൽ ഇത് പൂർണ്ണമായി സ്തംഭിക്കും. റമദാൻ സീസൺ കടന്നുപോകവെ എളുപ്പത്തിൽ കേടാവുന്ന പച്ചക്കറികളും പഴങ്ങളും യഥാസമയം കയറ്റി അയക്കാനാകാതെ വരുന്നത് കമ്പനികൾക്ക് കോടികളുടെ നഷ്ടമുണ്ടാക്കുമെന്നതിൽ സംശയമില്ല. കയറ്റുമതി മേഖലയിലുണ്ടായ പ്രതിസന്ധി മൂലം ഇതിനോടകം 300 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് കണക്കുകൾ. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.